വാർത്തകൾ വിശദമായി നോക്കാം. FCRAക്കെതിരെ വിമർശനം കടുപ്പിച്ച് ഓർത്തഡോക്സ് സഭ. FCRA ചട്ടഭേദഗതി ജനാധിപത്യ ധ്വംസനമെന്ന് കോട്ടയം ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പോലിത്ത. ചട്ടങ്ങൾ പരിഷ്കരിക്കും മുൻപ് കൂടിയാലോചനകൾ നടത്തണമായിരുന്നു. സഭയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും ഭദ്രാസനാധിപൻ പറഞ്ഞു. സഭയ്ക്കിതിൽ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. എന്നാൽ നാളിതുവരെ ക്രൈസ്തവ സഭകളും മറ്റ് സമുദായങ്ങളൊക്കെ നടത്തി വന്നിരിക്കുന്ന പരിപാടികളെല്ലാം കൈകടത്തുന്ന രീതിയിലുള്ളതായ ചില പിരിമുറുക്കങ്ങൾ ഇതിനകത്തുണ്ടാകുന്നതായി മനസ്സിലാക്കുന്നു. അത് സഭയെ സംബന്ധിച്ച് ജനാധിപത്യ അവകാശങ്ങളിലുള്ളതായ കൈകടത്തലായിട്ടാണ് കാണുന്നത്. ജനാധിപത്യ ധ്വംസനം എന്ന രീതിയിലാണ് ആരോടൊന്നും പറയാതെ ചോദിക്കാതെ ഇങ്ങനെ നടന്നു വരുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും പിരിമുറുക്കി വിടുന്ന ഒരു കാഴ്ച. അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ സഭ പറയുന്നത്? കാര്യങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണോ? തീർച്ചയായും. അതായത് ഒരു പ്രത്യക്ഷ സമരത്തിന്റെ കാര്യം മറ്റ് സഭകളും ഉൾപ്പെടെ കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ കൂടി ഈ നിമിഷം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പുറത്തു വരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടിയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാം ഈ കാര്യത്തിൽ പ്രതികരിച്ചത് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല. സഭാ നേതൃത്വത്തിലെ വിവിധ വിഭാഗങ്ങളുമായി ഈ BJP നേതാക്കളെത്തി ചർച്ച നടത്തുകയും ആശങ്ക പരിഹരിക്കാൻ ഇടപെടുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അത്തരത്തിലുള്ള അറിയിപ്പും പിന്നീട് സഭയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുകൂടി ഉൾപ്പെടെ സഭയുടെ ഭാഗത്ത് പ്രതികരണം വരുന്നു. മാത്രമല്ല, ഇതിൽ കടുത്ത ആശങ്കകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലൊക്കെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കടുത്ത ആശങ്കയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഈ ബില്ലുമായി ഇത്തരത്തിൽ FCRAയുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും അതിന് ശക്തമായ വിമർശനം അടക്കം ഉന്നയിക്കുന്ന നിലയിലായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണങ്ങളെല്ലാം വന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി കടന്ന് ഒരു പ്രത്യക്ഷ സമരത്തിന്റെ കാര്യം കൂടി ആലോചിക്കുന്നുവെന്ന് കൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിരിക്കും ആ പ്രതികരണങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, സമൂഹത്തിൽ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി ഉണ്ടാകുന്ന ചർച്ചകൾ, അതിൻ്റെ തുടർച്ചയിലുണ്ടാകുന്ന വിമർശനങ്ങൾ, ഇതിനൊന്ന് BJPയുടെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നിലവിൽ നേരത്തെ തന്നെ നൽകിയ ഉറപ്പുകൾ ഉൾപ്പെടെ ഉണ്ട്. ഇക്കാര്യത്തിൽ ഇടപെടാമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുകയും പിന്നീട് അതിൽ കേന്ദ്രത്തിൽ ഇടപെട്ടോ എന്നും ചില നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചതും ഉൾപ്പെടെ നമുക്കറിയാവുന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. നിലപാട് ഇത്തരത്തിൽ കടുപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായൊരു നടപടിയിലേക്ക് സഭ ഉൾപ്പെടെ കടക്കുന്നു. മറ്റ് സഭകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും അത്തരത്തിൽ തന്നെയാണ്. ഏതാണെങ്കിലും ഈ വിഷയങ്ങൾ സംസ്ഥാനത്ത് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അതിലൊരു കൂടിയാലോചന ഉണ്ടാകുമെന്ന് കൂടി ഇപ്പോൾ ഓർത്തഡോക്സ് സഭ പറഞ്ഞു വെക്കുന്നു. ശരി അജിത്.